ഒരു നല്ല വൈകുന്നേരത്ത് ഞാനും സോനും കൂടി നടക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിപ്പോ എന്താ മയിൽപ്പീലിയുടെ പിന്നാലെ മഞ്ചാടിക്കുരു കൊണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ നടക്കാൻ ഇറങ്ങിയ റോഡിന്റെ ഒരു വശത്തായിട്ട് ഒരു വീട്ടിൽ നിന്നുള്ള ഈ മഞ്ചാടിയുടെ മരം റോട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോട്ടിലും ഇരുവശത്തുമായിട്ട് നിറയെ മഞ്ചാടിക്കുരു വീണ് കിടക്കുന്നുണ്ട്. മരത്തിന്റെ ചോട്ടിലൊക്കെയുള്ള ഇലകളുടെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടാണ് ഓരോന്ന് എടുക്കുന്നത്. കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ വണ്ടിയിൽ നമ്മൾ പോവുകയാണെങ്കിലും ഇറങ്ങി പെറുക്കിയിട്ടേ പോവുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലാണ് കണ്ടതെങ്കിൽ പിന്നെ വിടുവോ? ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മഞ്ചാടിക്കുരും കുന്നിക്കുരും ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഒരറ്റത്ത് നിന്ന് ഞാനും സോനും ഒക്കെ പെറുക്കാൻ തുടങ്ങി. ഈ ഒരു ഐറ്റത്തിലാണ് കേട്ടോ മഞ്ചാടിക്കുരു ഉണ്ടാവുന്നത്. സത്യമായിട്ടും ഇത് കാണുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു ഇതുപോലെ കൊലകളായിട്ടാണ് മഞ്ചാടിക്കുരു ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇതാണ് മഞ്ചാടിക്കുരുവിന്റെ മരം. കുട്ടിക്കാലത്തൊക്കെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് മഞ്ചാടിക്കുരു കുന്നിക്കുരു ഒക്കെ കാണാറുള്ളത്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വേറെ എവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏത് സമയത്ത് കാണുമ്പോഴും വല്ലാത്തൊരു കൗതുകമാണ്. ആ കാരണം കൊണ്ട് തന്നെ എവിടെ ഒരു കുന്നിക്കുരു മഞ്ചാടിക്കുരു കിടക്കുന്നത് കണ്ട കണ്ണറിയാതെ അങ്ങോട്ടേക്ക് പോകും. ഇതൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ എന്തോ വലിയൊരു നിധി കിട്ടിയ സന്തോഷമാണ് കേട്ടോ ഞങ്ങൾക്ക്. നിറയെ മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കണം എന്നുണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ വെക്കണോ അത് വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ ആയിട്ട് വെക്കണോ എന്നുള്ള ചിന്തയാണ് കേട്ടോ എനിക്ക്.